നായ മെഹ്റിൻ എന്നൊരു ചെറിയ പിഞ്ച് പൈതലിന് ഒരുപാട് ദിവസങ്ങൾ, അതായത് ഒരു മാസം മുമ്പ് കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പിതാവ് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കല്യാണമുണ്ട് ചമ്മാട, കല്യാണത്തിന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ വാങ്ങിച്ചതാണ്. ആ ഉമ്മയാകട്ടെ തൻ്റെ ഭർത്താവാണല്ലോ കുട്ടിയെ കൊണ്ടുപോകുന്നത് എന്നുള്ള തൻ്റെ ഭർത്താവിനെ അങ്ങേ അറ്റത്തെ വിശ്വാസത്തോടെ കുഞ്ഞിനെ കയ്യിൽ കൊടുത്തപ്പോൾ ആ ഉമ്മ അറിഞ്ഞില്ല അത് വലിയ ഒരു ചതിയാകും എന്ന്. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ കുട്ടിയെ ആ ഉമ്മയുടെ കയ്യിൽ കിട്ടിയെന്ന സന്തോഷ വാർത്ത അറിയാനായിട്ട് സാധിച്ചു. തിരൂരങ്ങാടി പോലീസ് കൊൽക്കത്തയിൽ വെച്ചിട്ട് ആ കുട്ടിയെയും ആ കുട്ടിയുടെ പിതാവിനെയും ആ മനുഷ്യന്റെ കാമുകിയെയും അവരുടെ 4 വയസ്സുള്ള കുട്ടിയെയും അടക്കം തിരൂരങ്ങാടിയിലേക്ക് ട്രെയിൻ മുഖേന പോലീസ് എത്തിക്കുകയും ആ ഉമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറി എന്ന വാർത്ത കേട്ടു. അൽഹംദുലില്ലാഹ്, ആ ഉമ്മയുടെ ആ ഒരു നേരത്തെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരിക്കലും അതിരില്ല. കാരണം അത്രമാത്രം ദുരിതം ആ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. ഭക്ഷണമോ ഊണോ ഉറക്കമോ ഇല്ലാതെ തൻ്റെ പൈതലിനെ കാത്തിട്ട് ആ സ്ത്രീ ഇങ്ങനെ കഴിയാണ്. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ഇടക്ക് അവർ മറന്നുപോയൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? അവരുടെ ആരോഗ്യം പോലും ക്ഷയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മാസത്തിലധികമായിട്ട് ആ ഒരു സ്ത്രീയുടെ. കാരണം തൻ്റെ പിഞ്ച് പൈതല്, തൻ്റെ ശരീരത്തിന്റെ ബാക്കിയാണ് ആ മനുഷ്യൻ തൻ്റെ കയ്യിൽ നിന്ന് കവർന്നെടുത്തത്. ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ആ ഒരു സ്ത്രീ എങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്തിനാണെന്നറിയോ? ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിയിട്ട്. കാരണം ശരീരത്തിന്റെ ആരോഗ്യ നില അത് താളമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം പ്രയാസത്തിൽ നിന്ന് ആ ഉമ്മയുടെ കയ്യിലേക്ക് ഇന്ന് ആ കുട്ടിയെ കിട്ടി എന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഒരു മാസത്തിലേറെയായി മനുഷ്യൻ ആ ഒരു കുട്ടിയുമായിട്ട് കടന്നു കളഞ്ഞത്. ഏറ്റവും വലിയൊരു വിശ്വാസ വഞ്ചനയാണ് ആ മനുഷ്യൻ ആ ഒരു സ്ത്രീയോട് കാണിച്ചിട്ടുള്ളത്. അയാൾക്ക് വേണമെങ്കിൽ കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഇറങ്ങി പോകാമായിരുന്നു. പക്ഷെ എന്തിനാണ് ഈ പൈതലിനെ കൂടെ കൂട്ടിയതെന്ന് മനസ്സിലാക്കാൻ കഴിയണില്ല. ആ ഒരു സ്ത്രീ അനുഭവിച്ച വേദന, അവര് തിന്ന് തീർത്ത ആ ഒരു യാതനകൾക്ക് കണ്ണും കയ്യുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം എന്തായി? കൊൽക്കത്തയിൽ നിന്ന് പോലീസ് നിരന്തരം ഇവരുടെ പിന്നാലെയായിരുന്നു. അവരെ കണ്ടെത്തിയിട്ട് നാട്ടിലെത്തി. ഇനി അയാളെ നേരെ ജയിലിലേക്കാണ്. എന്ത് നേടിയെടുത്തു? ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. അള്ളാഹു ഹലാലാക്കി തന്ന ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് ഹറാമിലേക്ക് നമ്മൾ വേറൊരു ബന്ധം തേടി പോയാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിലൊരു കാര്യമില്ല. നിങ്ങൾ നോക്കി, മനുഷ്യൻ ഇത്രയും ആഗ്രഹിച്ചിട്ടാകും ആ ഒരു സ്ത്രീയുടെ കൂടെ കൊൽക്കത്തയിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഈ സമയത്ത് എന്ത് നേടിയ മനുഷ്യൻ? അള്ളാഹു ആ ഒരു ബന്ധത്തിൽ ഒരു ഖൈറും അള്ളാഹു തരൂല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. ഹറാമിൽ നിന്ന് മുളപ്പിച്ച ഒന്ന് അത് ഔലാ ബിന്നാർ, നരകത്തിലേക്ക് അടുത്തതാണ് എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ സ്വന്തം ഭാര്യ ഇവിടെ ഇരിക്കെ, നല്ല ഒരു കുഞ്ഞ് അവർക്ക് ഉണ്ടായിരിക്കെ, നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിൽ നിന്ന് ആ ഭാര്യയെ ഇട്ടെറിഞ്ഞിട്ട് ആ ഭാര്യക്ക് ചിലപ്പോൾ ഒരു സംശയവും അവർക്ക് തോന്നിയിട്ടില്ല എന്നതാണ് ഈ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ. അതുകൊണ്ടാണല്ലോ കുഞ്ഞിനെ തരുമോന്ന് ചോദിച്ചപ്പോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ചമ്മാടൊരു കല്യാണത്തിന് പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തിരൂരങ്ങാടിയിലുള്ള അവരുടെ വീട്ടിൽ നിന്ന് അവർ കുഞ്ഞിനെ ചോദിച്ചതും ഈ ഒരു ഉമ്മ കുഞ്ഞിനെ കൊടുക്കുന്നതും. ആ ഒരു കൊടുക്കൽ വരെ എന്തുകൊണ്ടാണെന്നറിയോ? ആ ഭർത്താവിൽ ആ സ്ത്രീക്കുള്ള ആ ഒരു വിശ്വാസമായിരുന്നു അത്. ആ വിശ്വാസം അയാൾ നല്ല രീതിയിൽ മുതലെടുത്തു. ഇന്ന് ആ മനുഷ്യൻ ആ കുഞ്ഞുമായിട്ട് പോലീസിന്റെ പിടിയിൽ നിൽക്കുമ്പോൾ തൻ്റെ നാട്ടുകാർ മുഴുവൻ ആ മനുഷ്യനെ കാണുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ അധികരിച്ച് കടന്നു വരികയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇത്രയും വലിയ
ആ ഒരു കേസ് ആ നാട് മുഴുവൻ ഇളക്കി മറിച്ചതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇതിനോടകം ഈ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ഒഴുക്കായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ മനുഷ്യൻ അവരെ മുമ്പിലൊക്കെ നാണം കെട്ടിട്ട് അവരൊക്കെ മുഖത്ത് ഇനി എങ്ങനെ നോക്കാൻ ആ മനുഷ്യന് കഴിയും? അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഒരു ഖൈറും പടച്ചോൻ തരൂല എന്ന്. 4 വർഷം മുമ്പ് താനൂര് തെയ്യാല, അതായത് ഇപ്പൊ ഈ തിരൂരങ്ങാടിയുടെ ഒക്കെ അടുത്താണ് ഈ ഒരു സ്ഥലവും. അവിടെ ഒരു ദമ്പതികൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവിന്റെ പേര് സവാദ് എന്നാണ്, ഭാര്യയുടെ പേര് സൗജത്ത് എന്നാണ്. ചിലപ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും ഈ ഒരു കഥ അറിയും. ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പറയുന്നത് തന്നെ എത്രത്തോളമാണ് നമ്മൾ അള്ളാഹു നമുക്ക് ഇണയാക്കി തന്ന, ഹലാലാക്കി തന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ വഴിവിട്ട ഹറാമായ ബന്ധത്തിലേക്ക് തിരിഞ്ഞാലുള്ള അവസ്ഥയെ ഒന്ന് വിവരിച്ചു തരികയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സവാദിന്റെ ഒരു സുഹൃത്തുണ്ട്, ബഷീർ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ആ മനുഷ്യനും ഈ സവാദിന്റെ ഭാര്യയായ സൗജത്തും കൂടി പ്രണയത്തിലാവുകയാണ്. അങ്ങനെ ഇവര് പ്രണയത്തോടു കൂടെ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഈ സവാദ് എന്ന് പറയുന്ന സൗജത്തിന്റെ ഭർത്താവായ ഈ ബഷീറിന്റെ സുഹൃത്ത് ഒരു വിലങ്ങുതടിയാണ്. ഒരു ദിവസം ആ മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ഈ ബഷീർ സൗജത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടിൽ വന്നിട്ട് ആ ഒരു സവാദ് എന്ന ആ നല്ല മനുഷ്യനെ തലയിലേക്ക് ഒരു മരക്കഷ്ണം കൊണ്ട് ആഞ്ഞടിക്കുകയാണ്. ആ മനുഷ്യന്റെ തലയോട്ടിയൊക്കെ തകർന്നിട്ടുണ്ട്, പക്ഷേ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ട് പിരിയണില്ല. ഇത് കണ്ടിട്ട് ഈ സവാദിന്റെ ഭാര്യയായ സൗജത്ത് എന്ന് പറയുന്ന ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് ആ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് വന്നിട്ട് ആ മനുഷ്യന്റെ കഴുത്തറുക്കുകയാണ്. 2-3 കുട്ടികൾ ആ മനുഷ്യൻ ഇവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ വാപ്പാനെയാണ്, തൻ്റെ ഭർത്താവിനെയാണ് ആ സ്ത്രീ കഴുത്തറുത്തത്. വലിയ ഒരു വിഷയം തന്നെയായിരുന്നു ഈ ഒരു വാർത്ത. അന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ ഒരു വാർത്ത. ഈ 2 വ്യക്തികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ 2 വ്യക്തികളും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കണില്ല. 2 പേർക്കും നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടായിരുന്നു. ആ 2 പേരും നരകിച്ചിട്ടാണ് അവർ 2 പേരും മരണപ്പെട്ടു പോയത് എന്നാണ് നമ്മളൊക്കെ അറിഞ്ഞത്. ഈ സൗജത്തിനെ ഈ ബഷീർ, കാമുകനായിരുന്നല്ലോ, ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തെന്നറിയോ? ഇവരുമായിട്ട് ജീവിക്കാൻ നോക്കി. പക്ഷേ ഇവര് വിചാരിച്ചൊരു സ്വഭാവ രീതി അല്ലായിരുന്നു ഈ സൗജത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ഇവളുടെ ശല്യം, അതായത് ജീവിക്കാൻ കഴിയാത്തൊരു രൂപമായപ്പോ ആ ഒരു സ്ത്രീയെ കെട്ടിത്തൂക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സ്ത്രീ അവൻ കൊന്നു. ഇവന് അതിൻ്റെയൊക്കെ ഡിപ്രഷനില്, നാടും വീടൊക്കെ ഇവർക്ക് ഒഴിവായല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്തെന്നറിയോ? ആ മനുഷ്യൻ വിഷം കഴിച്ചിട്ട് അയാളും ജീവിതം അവസാനിക്കുകയാണ്. 2 പേരുടെയും മയ്യത്ത് ഇന്ന് 6 അടി മണ്ണിലാണ്. ആ സൗജത്തിന്റെ മയ്യത്ത് ഏറ്റുവാങ്ങാൻ അവരുടെ കുടുംബമോ മക്കളോ പോലും മുന്നോട്ട് വന്നില്ല. ഇതാണ് ഇങ്ങനെയുള്ള കള്ള കാമുകന്മാരെയും കാമുകിമാരെയൊക്കെ വിവാഹം കഴിച്ചതിൻ്റെ ശേഷം ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റുന്ന ആളുകൾക്കുള്ള വലിയ ഒരു പാഠമാണ് ഇവരുടെ ജീവിതം. 2 പേരും ഇന്ന് ഈ ലോകത്തില്ല. എന്താണ് അവർ നേടിയത്? അതുപോലെ തന്നെയാണ് ഈ കുട്ടിയുടെ ആ ഉപ്പാന്റെ കാര്യവും. ആ മനുഷ്യൻ ആ കുട്ടിയെടുത്ത് ഓടിയിട്ട് അവസാനം എല്ലാവരും മുമ്പിലും ആ മനുഷ്യൻ ഇന്ന് നാണം കെട്ടി നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു ഉമ്മയുടെ കയ്യിലേക്ക് ആ കുട്ടിയെ കിട്ടി എന്നറിഞ്ഞതിൽ.